ഹലോ ഗായ്സ്, വെൽക്കം ടു നോറാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷാക്കാലമാണല്ലേ ഇപ്പോൾ. കടന്നുപോയ പരീക്ഷ നാളുകളിലൂടെ ഒരു തിരിച്ചു ചെല്ലൽ, മറക്കാനാവാത്ത പരീക്ഷാ ദിനങ്ങൾ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. അയ്യോ, പെൻഡിലത്തിന് ചാപ്റ്റർ ഏതായിരുന്നു? പേജ് എത്രയായിരുന്നു? ഒന്നും കാണുന്നില്ലല്ലോ. എന്നാടി? ഇല്ലടി, ഞാനൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. പഠിച്ചതെല്ലാം മറന്നു പോവുക, എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ അടുത്ത് ഇനി വർത്താനം പറയല്ലേ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ റിമൈൻസ് ദാറ്റ്. ഞാൻ കാണിച്ചു വരുന്നത് പ്രതീക്ഷിച്ചിരിക്കണ്ട കേട്ടോ അമ്മലെ. ഞാൻ കാണിച്ചു തരത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കോപ്പി എടുത്ത് വെച്ച് ഞാൻ 4 റിവിഷൻ ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ കാണിച്ചു തരത്തില്ല. എല്ലാവരും വേണമെങ്കിൽ പഠിക്കണമായിരുന്നു. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കോപ്പി എടുത്ത് വെച്ചാണ് പഠിച്ചത്. അതുപോലെ പഠിക്കണമായിരുന്നു. ഇനി കാണിച്ചു തരാനൊന്നും പറഞ്ഞ് വന്നേക്കല്ലേ. പിന്നെ ഞാൻ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ മിസ് ഇറക്കി വിടും. ഗൈസ്, എന്താ ഗൈസ് ഇവിടെ പ്രത്യേകിച്ച്? ഇന്ന് പരീക്ഷയാണല്ലോ അല്ലേ, എല്ലാവരും പഠിച്ചിട്ടൊക്കെ വന്നേക്കുമെന്ന് തോന്നുന്നു. ഇതിന് മാത്രം എന്താ ഈ തലമുത്തി കിടന്ന് പഠിക്കാതിരിക്കുന്നത്? മഹാന്മാർക്ക് പഠിച്ചിട്ടാണ് ജയിച്ചത്. പിന്നെ ഞാനെന്തായാലും ഇത് കഴിഞ്ഞ് വല്ല കൂലിപ്പണിക്കും പോവാം. അത് കാരണം എനിക്കിങ്ങനെ നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ, വെറുതെ പേടിക്കണ്ട, ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ എന്തായാലും ജയിക്കും. ഞാൻ പറഞ്ഞോണ്ട് എന്തായാലും എങ്ങനെ പോലും 15 ക്വസ്റ്റ്യൻ കാണും. അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ 1/2 മാർക്ക് വെച്ച് കിട്ടിയോ? അപ്പോൾ 7.5 മാർക്കായില്ലേ. പിന്നെ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ തള്ളിയാൽ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിങ്ങനെ തരാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെ പോയാലും 15 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ ജയിക്കാനുള്ള മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ തള്ളാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു വിഷയത്തെപ്പറ്റി നമുക്ക് അറിയത്തില്ലെങ്കിലും അങ്ങ് തള്ളിയേക്കണം. മിസ്സുമാർക്ക് വായിച്ചു തീർക്കാൻ സമയം കൊടുക്കരുത്, അതുപോലെ തള്ളിയേക്കണം. അപ്പോൾ പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ഓർത്ത് മിസ്സുമാരങ്ങ് മാർക്ക് ഇട്ടോളൂ. അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നോടാ കളി. ഇതോടെ ഇരിക്കട്ടെ. എല്ലാം മണ്ടന്മാരും പഠിച്ചിട്ട് വന്നേക്കുക. മനുഷ്യനോട് ഒരു അക്ഷരം പഠിച്ചിട്ടില്ല. ഇതിൽ നിന്നൊക്കെ തന്നെ വന്നില്ലേ പണി കിട്ടുമല്ലോ. ഇതെവിടെ വെക്കാനാ? തലയിലിരിക്കട്ടെ. അതാകുമ്പോഴും കണ്ടുപിടിക്കത്തില്ലല്ലോ. ആരും കണ്ടില്ലല്ലോ അല്ലേ. എടാ, ഏതെങ്കിലുമൊക്കെ ബിറ്റ് എഴുതിയിട്ടുണ്ടോ? ഏതാണ്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് എല്ലാം ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടത്തില്ലേ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഇനിയിപ്പോൾ വരുന്നെങ്കിലോ? മിക്കതും ഉണ്ട്. ഉള്ളതൊക്കെ ഞാൻ തരാം. അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കയ്യിലും കൂടെ എഴുതി വെച്ചേക്കാം. അതാകുമ്പോൾ മണ്ടന്മാരെ കാണിക്കണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ എല്ലാം കോപ്പി അടിച്ച് സൂഹിക്കേണ്ട അവന്മാരൊക്കെ. അയ്യോ, ടീച്ചർ വരുന്നുണ്ട്. ഇതെന്നാ ബഹളോ പിള്ളേരെ? ഇന്ന് എക്സാം നടക്കുന്ന ദിവസം തന്നെയാണോ? അതിന് ക്ലാസ്സിൽ കയറി ഇതിന് ചന്തയാണോ? കയറിക്കേ. ഇനി ആർക്കാ അവിടെ പഠിക്കണ്ടേ? രേഷ്മയ്ക്കാണോ? ഇത്രയും ദിവസം പഠിക്കാത്തത് ഈ അവസാന നിമിഷം പഠിച്ചതിന് തലയിൽ കയറുമോ? കയറിക്കേ. മതി. ടീച്ചറെ, ഞാൻ വരുവാ. കഴിഞ്ഞു ടീച്ചർ. കയറിക്കേ, പെട്ടെന്ന് കയറിപ്പോ. എല്ലാവരും അവനവൻ്റെ സീറ്റിൽ കയറി ഇരിക്കുക കേട്ടോ. ആരും അടുത്തടുത്തിരിക്കേണ്ട. ഒരു ബെഞ്ച് 2 പേര്. ഒരാൾ ഇങ്ങേ അറ്റത്ത്, ഒരാൾ അങ്ങേ അറ്റത്ത്. അങ്ങനെ ഇരുന്നാൽ മതി. അവിടെ ആരും അവൻ എന്നെ അവിടെ കാണിക്കുന്നേ. നീങ്ങി ഇരുന്നേ. 2 പേർക്ക് അടുത്തടുത്തിരുന്നാലും അങ്ങോട്ട് എഴുതാൻ പറ്റുമല്ലോ. നീങ്ങി ഇരുന്നേ. പിന്നെ എൻ്റെ കണ്ണ് വെട്ടിച്ച് ആരും കോപ്പി അടിക്കാന്ന് വിചാരിക്കേണ്ട. ഞാനിവിടെ നിൽക്കുമ്പോൾ അതിന് സമ്മതിക്കത്തില്ല. അവനവൻ എന്നതാണോ പഠിച്ചേക്കുന്നത് അത് മാത്രം എഴുതിയാൽ മതി. കേട്ടല്ലോ? പിന്നെ അപ്പുറത്തിരിക്കുന്നവൻ എന്നതാ ശബ്ദിച്ചിരുന്നതെന്ന് നോക്കി കോരി തിന്നാൻ ആരും ഇരിക്കേണ്ട. എല്ലാവരും പഠിച്ചത് മാത്രം എഴുതി വെക്കുക. എണീറ്റ് പോവുക. ഓക്കെ? എല്ലാവരും ഒന്ന് എണീറ്റേ. നമുക്ക് പ്രാർത്ഥിച്ചിട്ടിരിക്കാം കേട്ടോ. പണിപാളി. അയ്യോ, എന്നാ എഴുതും? പഠിക്കേണ്ടെന്ന് ഓർത്ത് വിട്ട ക്വസ്റ്റ്യൻസ് അതുപോലെ വന്നിട്ടുണ്ട്. എന്നാ എഴുതും? സമയവും ഇല്ല. അതാരാ വിളിക്കുന്നത്? എനിക്കറിയത്തില്ല. എന്നോടൊന്നും ചോദിക്കല്ലേ, എനിക്കറിയത്തില്ല. രേഷ്മയ്ക്ക് അവിടെ എന്നെ അറിയണ്ടേ? ഇറക്കി ഞാൻ വിടണോ? ടീച്ചർ, ഞാനല്ല. ഇവള് കാരണം ബാക്കിയുള്ളവനും എഴുതാൻ പറ്റത്തില്ലല്ലോ. ടീച്ചർ പോയോ? ഈശ്വര, എന്നെ നോക്കല്ലേ ഇനി. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ പഠിച്ചതാ, മറന്നും പോയി. ഇതിപ്പോൾ എന്നെ എഴുതി വെക്കുമൊന്നും അറിയത്തില്ലല്ലോ. ക്വസ്റ്റ്യനും മനസ്സിലാവുന്നില്ല, പഠിച്ചൊന്നും ഓർമ്മയും വരുന്നില്ല. ഇതൊക്കെ ഏതാണോ ക്വസ്റ്റ്യൻ? ഈശ്വര, ഇപ്പം എന്നെ എഴുതി വെക്കും. ടീച്ചർ, ഞാൻ എഴുതുക ടീച്ചർ. ലാല അച്ഛൻ്റെ പോക്കറ്റിൽ, അച്ഛൻ്റെ മുതുകിൽ. അച്ഛൻ്റെ മുതുകിൽ നിന്നാണോ? ഞാൻ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര,
റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞാൽ പഠിക്കാൻ. ഇതെന്തോ ഇത്, അയ്യോ പഠിച്ചാൽ മതിയായിരുന്നു. ജയിച്ചില്ലെങ്കിൽ അമ്മ കൊല്ലും. രേഷ്മ എന്നെ അവിടെ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കുകയാണോ? എഴുതുന്നില്ലേ? ഞാൻ കോസ്റ്റ് കാണിച്ചതല്ല ടീച്ചറെ, എഴുതിയതാ. അയ്യോ സൂചിച്ച് വെക്കണം, സമയമില്ലല്ലോ. പോണോ? അല്ല വേണ്ട. ടീച്ചർ വാഷ്റൂമിൽ പൊക്കോട്ടെ. എഴുതിയത് കയ്യും വേനെടുക്കുന്നല്ലോ. അയ്യോ, ഈ പരീക്ഷയ്ക്ക് പൊട്ടുമെന്ന് ഉറപ്പായി. ഈശ്വര, വീട്ടിൽ ചെന്ന് ഞാനിനി എന്നാ പറയും? പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാട്ടുകാരെന്നാ പറയും? എന്നിലും ആട്ടെ. ഹായ് ഹായ് ഹയ്യപ്പ, ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം എനിക്കറിയാം. ഈ പരീക്ഷയ്ക്ക് ഞാൻ എന്തായാലും ജയിക്കും. ഫസ്റ്റ് ഞാൻ തന്നെയായിരിക്കും. ആരെയും നോക്കുന്നത്? ഇവൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതാണല്ലോ. ഒന്നും പഠിക്കത്തുമില്ല, വന്നോളും. എല്ലാ പരീക്ഷയ്ക്കും ഇത് തന്നെയാണ്, ഞാൻ കാണിച്ചു തരത്തില്ല. അയ്യോ, ടീച്ചർ നോക്കുന്നുണ്ടോ? ടീച്ചർ ഞാനല്ല കേട്ടോ ഇവൻ. ലാസ്റ്റ് നിന്ന് എഴുതി തുടങ്ങണോ ലാസ്റ്റ് നിന്ന് എഴുതി തുടങ്ങണോ? ലാസ്റ്റ് നിന്ന് എഴുതാം, അതാകുമ്പോൾ പെട്ടെന്ന് തീരും. ടീച്ചർ പേപ്പർ. ആരൊക്കെയോ ശൂശി വിളിക്കുന്നുണ്ട്. ആരെയും മുഖത്ത് നോക്കണ്ട, പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട വരും, കാണിച്ചു കൊടുക്കേണ്ട വരും. പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ എനിക്ക്. ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞു തരത്തില്ല. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. ടീച്ചർ ഒരു പേപ്പറും കൂടെ. ഇപ്രാവശ്യം ക്ലാസ് ടോപ്പറായി കഴിയുമ്പം അച്ഛൻ്റെ അടുത്ത് സൈക്കിൾ മേടിച്ചു തരാൻ പറയണം. ഇന്ന് മലയാളം പരീക്ഷ അല്ലായിരുന്നോ? ഫിസിക്സ് ആയിരുന്നോ? മലയാളം എന്നോർത്തൊന്നും പഠിക്കാതെ വന്നല്ലോ. ബാക്കിയുള്ളവരെയും പഠിക്കാൻ സമ്മതിച്ചില്ല. ഡേ, നിൻ്റെ പേപ്പറും കാണിക്ക്. ഇങ്ങോട്ട് തരാം. താ ഇങ്ങോട്ട്. അങ്ങനെ വഴിക്കുക. ഇവിടെ ഏത് ഭാഷ എഴുതിയേക്കുന്നത്? കൂട്ടക്ഷരമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈച്ചക്കോപ്പി അടിച്ച് വെക്കാം, അതുപോലെ കുത്തി അരച്ച് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ വേറെ എവിടെ നോക്കിയതാ. ഡാ ഡാ, മൂന്നാമത്തെ ബിറ്റ്. ആറാമത്തെയും കൂടെ ബിറ്റ്. ഉറക്കവും വരുന്നല്ലോ. രാത്രി ഉറക്കം കളിച്ചിരുന്ന് പബ്ജി കളിച്ചിട്ട് ഇപ്പോൾ അവസാനം ഉറക്കം വരിക. ഇതെന്തൊരു കഷ്ടമാണിത്. ആരവിടെ ഉറങ്ങുന്നേ? അരുണേ, വീട്ടിൽ ഉറങ്ങാൻ സമയമില്ലായിരുന്നോ? ഇന്നലെ ഉറക്കം കളിച്ചിരുന്ന് പഠിച്ചതിൻ്റെ ആയിരിക്കും അല്ലേ ഇന്നിപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നേ? എഴുതി വെച്ചേ, ജയിക്കുള്ളെങ്കിലും ഒന്ന് എഴുതി പോയി. നമ്മളെപ്പോഴെങ്കിലും ചില്ലായിരിക്കണം. ടീച്ചറെ കണ്ടല്ലേ? ഭാഗ്യം, ഒന്നും അറിയത്തില്ല. ഒരു സൈഡിൽ നിന്ന് തള്ളാൻ തുടങ്ങും. ടീച്ചർ നോക്കുന്നുണ്ട്, എല്ലാം അറിയാവുന്ന പോലെ ഇരിക്കാം. പിന്നെ എഴുതും. അങ്ങ് തള്ളി മറിക്കാം, അല്ലാതെ ഇപ്പം എന്നാ ചെയ്യാനാ? ഇതിപ്പോൾ പേപ്പർ തികയും തോന്നില്ല കേട്ടോ, തള്ളി. ടീച്ചർ പേപ്പർ. ടീച്ചർ പേപ്പർ. എല്ലാവരും ഓർക്കും എനിക്കെല്ലാം അറിയാമെന്ന്. എനിക്കെല്ലാം അറിയത്തുള്ളൂ എന്ന് അറിയത്തില്ലെന്ന്. ക്ഷീണിച്ചു. സാരില്ല, ബാക്കിയും കൂടെ തള്ളിയേക്കാം. എന്തിനാ കുറയ്ക്കുന്നേ? ടീച്ചർ ഓർക്കട്ടെ, എനിക്കെല്ലാം അറിയാമെന്ന്. മിസ്സേ, ഞാനിവിടെ എക്സാം ഹോളാണ് മിസ്സേ. ആണോ? അതൊന്ന് മിസ് എടുത്തു കൊടുത്തേക്കാവോ? ശരി. എന്നാണ്? എത്രാമത്തെയാ? 4-മത്തെയോ? പേപ്പർ തിരിച്ച് തന്നേക്കണേ, നിവർത്തി. ഓക്കെ. സൈലൻസ്. ഒന്ന് തിരിഞ്ഞ വർത്താനാണേ. അമ്മലേ, നീങ്ങിരുന്നേ. റിസൾട്ട് വരുമ്പോഴും എനിക്ക് കാണണം കേട്ടോ. പോയി. ടീച്ചർ ഇങ്ങോട്ട് നോക്കി നിൽക്കുവാണോ? പോയെന്ന് തോന്നുന്നു. നൈസായിട്ട് വിറ്റെടുത്തേക്കാം. ടീച്ചർ കണ്ടില്ലല്ലോ. ഇല്ല. കണ്ടില്ല. അതാരത്? നിൽക്ക്, ഞാൻ എഴുതിയിട്ട് തരാം. 2-മത്തെയോ? നോക്കട്ടെ. 2-മത്തെയോ തലേക്കകത്ത് കുത്തി കയറ്റി വെച്ചേക്കുന്നത്. എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ എഴുതാത്തത്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കും, ഈ കുന്തം കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. ടീച്ചർ ഇപ്പോൾ പൊക്കും മിക്കവാറും. ഒന്നും വരുന്നുമില്ലല്ലോ സാധനം. കിട്ടി. എന്നാ പിടി.
അമലേ കയ്യിലെന്നാ കാണിച്ചേ. ഓ ടീച്ചർ എൻ്റെ പുറകിലാണോ വന്നിന്നെ, പണി പാളിയില്ല. ഓ ബിറ്റ് പേപ്പറും കൊണ്ടാണോ വരവ്? ആരുടെയൊക്കെ കയ്യിൽ ബിറ്റ് പേപ്പർ ഉണ്ട്? ഉള്ളവരൊക്കെ പെട്ടെന്ന് എടുത്തേ. ഞാനെങ്ങാനും പിടിച്ചാൽ പിന്നെ എല്ലാവരും ഞാൻ ഇറക്കി വിടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളവരൊക്കെ പെട്ടെന്ന് എടുത്തോ. ആരെങ്കിലും ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഞാൻ പിടിച്ചാൽ ഞാൻ ഇറക്കി വിടും. പിന്നെ ഇവിടെ ആരും എക്സാം എഴുതാൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഉള്ളവരൊക്കെ എടുത്തോ. അമലിൻ്റെ ഇനിയുണ്ടോ നോക്കിക്കേ. ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ടീച്ചർ, ബാക്കിയില്ല അമ്മമാരുടെ കയ്യില. പറഞ്ഞു കൊടുക്കണം. വേണ്ട, ഞാൻ തന്നെ എഴുതി പറ്റല്ലേ, ഇനി കോപ്പി അടിക്കത്തില്ല, ഉറപ്പ്. സോറി. ഉറപ്പല്ലേ? എന്നായിരുന്നു എഴുതിക്കോ. ഇനി ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറക്കി വിടും. ഇനി എക്സാം എഴുതാൻ ഞാൻ എഴുതി തരാം. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ഇരുന്ന് എഴുതിക്കോ. എല്ലാവരും പെട്ടെന്ന് എഴുതിക്കോട്ടോ. ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. മതിയേ. എല്ലാവരും പേന വെച്ചോ. എല്ലാവരും പേപ്പർ കെട്ടിക്കോ. ഞാനൊക്കെ എപ്പോഴും എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് കിട്ടി കഴിയുമ്പോൾ അമ്മ എന്താണോ മേടിച്ചിരുന്നത്. അയ്യോ ബെല്ലടിച്ച്, ഈശ്വര പണിപാളി. ടീച്ചർ ഞാൻ എഴുതാൻ തുടങ്ങിയതേ ഉള്ളൂ. ടീച്ചർ ഒരു മിനിറ്റ്. രേഷ്മ പേപ്പറതാ. മതി, സമയം പോയി. സൗണ്ട് കേട്ടില്ല ഇവനെ കളിക്കുന്നത്. അതൊക്കെ ഇവിടെ തന്നെയാടാ കൈ തന്നെ കാണിച്ചേ. ആ പേപ്പർ എന്ത് ചെയ്യും? അതൊന്നും കാണത്തില്ല നിന്നെ. ആണോ? ആ